മുത്തുമണീസ്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ മേക്കപ്പ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പൊന്നൂസും മോനൂട്ടനും ഇല്ലാതെ ഒരു കുട്ടി യാത്രയാണ്. ഇന്നലെ വൈകുന്നേരം രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് കളിക്കണം, അത്തച്ചി അമ്മച്ചി പൊക്കോളാനേ. അപ്പോൾ കാറിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് രണ്ടുപേരും കളിക്കാനായിട്ട്. യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമില്ലാത്ത രണ്ട് ചിക്കിരി മടികളാണ് പൊന്നൂസും. ഒരു പാലുകാച്ച് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അണ്ണൻ മാത്രമേ പോകുന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരത്തെ വരെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അണ്ണൻ ഇങ്ങനെ എന്നെ ഞോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എടി മുത്തേ നീയും വാ, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണ്ടേ, ഭയങ്കര ബോറാണ്, നീ ഉണ്ടെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകാമല്ലോ എന്നേ. എനിക്കാണെങ്കിൽ നല്ല വയ്യായ്മയാണ്, ഈ പീരീഡ്സ് ലേറ്റ് ആവുന്നതിൻ്റെ വയ്യായ്മയൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴേ എനിക്ക് തലയൊക്കെ കറങ്ങുന്നു. ഞാൻ പറഞ്ഞു അണ്ണൻ നാരങ്ങ വാങ്ങിച്ചു തരാൻ. നാരങ്ങ കിട്ടാത്തതുകൊണ്ട് അണ്ണൻ്റെ ഓറഞ്ച് വാങ്ങിച്ചു. ഓറഞ്ചിൻ്റെ തൊലിയും മണപ്പിച്ച് സാരി കടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി കേട്ടോ. കുറച്ച് ദൂരം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. പിന്നെ അവിടെ വേഗം വീടൊക്കെ കണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. സ്റ്റുഡിയോയിലൊന്ന് കയറണമായിരുന്നു. അതാണ് കുറച്ച് വയ്യായ്മ ഉണ്ടെങ്കിലും ചാടി കയറിയത്. അങ്ങനെ പൊന്നൂസിനും മോനുക്കുട്ടനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അണ്ണന് ടീഷർട്ട് എടുത്തു. ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും അണ്ണൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അണ്ണൻ പറയുന്നത് ഒന്നും ചേരുന്നില്ല, നിനക്ക് ചുരിദാറാണ് ചേരുന്നത്, നമുക്ക് വേറെ കടയിൽ കയറി ചുരിദാർ മേടിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി.